PSC എക്സാമുകളിലൊക്കെ സാധാരണയായിട്ട് സിലബസിൽ എടുത്ത് പറയുന്നതാണ് ഭൂമിയുടെ ഘടനയെ പറ്റി, അതായത് സ്ട്രക്ചറിനെ പറ്റി. അപ്പൊ നമ്മള് ഭൂമിയുടെ ഘടനയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിനൊക്കെ സാധാരണയായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഘടനയെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഘടനയെ, സ്ട്രക്ചറിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഭൂവൽക്കമാണ്. ഭൂവൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രസ്റ്റ്, അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്ന മാൻഡിലാണ്, തേർഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്ന കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയും. ഓക്കെ, അപ്പൊ മൂന്നായിട്ടാണ് ഭൂമിയുടെ ഘടനയെ തിരിക്കുന്നത്, ഭൂവൽക്കം, മാൻഡില്, അതുപോലെ തന്നെ കോറ്. ഓക്കെ, അപ്പൊ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രസ്റ്റ്, ഭൂവൽക്കത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ക്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രസ്റ്റ് എന്ന്, അതായത് ഭൂവൽക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ക്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഭൂവൽക്കത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് അതായത് ഭൂവൽക്കത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് സമുദ്ര ഭൂവൽക്കവും ആണ്. ഭൂവൽക്കത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും. അപ്പൊ ഇതിൽ നിന്ന് വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 30 മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ കനം എന്ന് പറഞ്ഞിരിക്കുന്നത്, വൻകര ഭൂവൽക്കത്തിന്റെ കനം. അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 മുതൽ 10 വരെ കിലോമീറ്റർ ആയിട്ടാണ് ഇതിന്റെ കനം കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് സിലിക്ക, അലുമിന എന്നിവ നിക്ഷേപിച്ചാണ് വൻകര ഭൂവൽക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞിരിക്കുന്നത് സിയാൽ എന്ന പേരിലാണ് വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കയും അലുമിനിയവും ആണ്. അതുകൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തിന്റെ മറ്റൊരു പേരെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പേരെന്ന് പറയുന്നത് സിയാൽ എന്ന പേരിലാണ് വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. അതിന്റെ കനം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 മുതൽ 10 വരെയാണ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് തന്നെ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞിരിക്കുന്നത് സിമ എന്ന പേരിലാണ് സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത്. അതായത് വൻകര ഭൂവൽക്കം എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്? സിലിക്കയും അലുമിനിയവുമാണ്. അതുകൊണ്ടാണ് സിയാൽ എന്നറിയപ്പെടുന്നത്. സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് തന്നെ സിമ എന്ന പേരില് എന്താണ് സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നു. ഓക്കെ.